എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിക്ക് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ എഗ്രിമെൻറ്റ് പബ്ലിക് പോളിസിയെ ഹനിക്കുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻ എന്തൊക്കെ വരും? ഒന്നാമത്തെ എഗ്രിമെൻറ്റ് ഓഫ് ട്രേഡിംഗ് വിത്ത് എനിമി, അതായത് മറ്റൊരു എനിമി രാജ്യമായിട്ടോ അല്ലെങ്കിൽ എനിമിയായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അതായത് ഇത് ട്രേഡിംഗ് വിത്ത് എനിമി ഈസ് അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ബിക്കോസ് ഇറ്റ് മേ റിസൾട്ട് ഇൻ സം ഹെൽപ്സ് ടു ദി എനിമി നേഷൻ. അതായത് ഒന്നെങ്കിൽ നമ്മുടെ നേഷൻ നമ്മൾ എനിമിയായിട്ട് കൺസിഡർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ, ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ എനിമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എന്തായി മാറും, എനിമി ട്രാൻസാക്ഷനായിട്ട് മാറും, അത് ക്യാൻസലായി വോയിഡായിട്ട് മാറും. അടുത്ത സ്റ്റിഫിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എ ക്രൈം ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഒഫൻസ് എഗെയിൻസ്റ്റ് സൊസൈറ്റി. അല്ലേ, ഒരു ക്രൈം ചെയ്താൽ, ഒരു കുറ്റകൃത്യം ചെയ്താൽ അതെപ്പോഴും സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒഫൻസാണ്, ഒരു കുറ്റകൃത്യമാണ്. Therefore, proceeding with the prosecution of a crime of a right of government, if any individual enter into a contract with someone to settle a crime, that agreement is not enforceable. അതായത് ഇപ്പം നമ്മളൊരു ക്രൈം ഒരാൾ ചെയ്തു, ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒതുക്കി തീർക്കുന്ന ഒരു പരിപാടി നടത്തി, അല്ലേ, അങ്ങനെ ഒതുക്കി തീർക്കാൻ വേണ്ടി എന്തെങ്കിലും എമൗണ്ട് മേടിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളും ക്യാൻസലാണ്. അടുത്താണ് മെയിൻ്റനൻസ് ആൻഡ് ചാമ്പേറ്ററി. There are two types of agreement connected with the legal proceeding. ഒന്നാമത്തെ മെയിൻ്റനൻസ് is an agreement to assistance to another to enable him to be or defend legal proceeding when the person giving assistance has got no legal interest on his. For example, if A give a financial assistance to B to file a case against C, then it case of maintenance. അതായത് നമ്മൾ അടുത്ത ഒരു പബ്ലിക് പോളിസിയുടെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയിൽ വരുന്നതാണ് എന്ത് പറയുന്നത്, മെയിൻ്റനൻസ് ആൻഡ് ചാമ്പട്ടറി എന്ന് പറയുന്നത്. പ്രധാനമായും ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള ലീഗൽ പ്രൊസീഡിംഗ് ആണ്. ഒന്നാമത്തെ മെയിൻ്റനൻസിൻ്റെ എഗ്രിമെൻറ്റുകൾ, രണ്ടാമത്തെ ചാമ്പട്ടറി. മെയിൻ്റനൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും, ഒരു അസിസ്റ്റൻസ് കൊടുക്കും, ഒരു സഹായം കൊടുക്കും. മറ്റൊരു പേഴ്സണ് എന്തെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഡിഫെൻഡ് ലീഗൽ പ്രൊസീഡിങ്ങിനാവാം, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഹാസ് നോട്ട് എ ലീഗൽ ഇൻട്രസ്റ്റ് ഓൺ ഹിസ്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി, ശ്രദ്ധിക്കുക, എക്സാമ്പിൾ ഇഫ് എ എന്ന് പറയുന്ന വ്യക്തി ഗീവ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആർക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു. എ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു, ബിക്ക് കൊടുത്തു. ദെൻ ബി ടു ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് സി. അതായത് ബി എന്ത് ചെയ്തു, സിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബിക്ക് കൊടുക്കുന്നത്, പക്ഷേ ബി ആർക്കെതിരെ കേസ് ഫയൽ ചെയ്തു, സിക്ക് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് എ കേസ് ഓഫ് മെയിൻ്റനൻസ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, കേസ് ഫയലിംഗ് നടത്തുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നിരിക്കും. ദെൻ ആൻഡ് ലീഗൽ പ്രൊസീഡിങ്സും അയാൾ ചെയ്യും, പക്ഷേ ഒരു ലീഗൽ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒന്നും അതിനകത്ത് കാണത്തില്ല. പക്ഷേ അങ്ങനെ മെയിൻ്റനൻസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ. രണ്ടാമത്തെ ചാമ്പട്ടറി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വേർ വൺ പാർട്ടി അസിസ്റ്റ് ടു അനദർ ബ്രിങ് ആക്ഷൻ ഓഫ് റിക്കവറിങ് മണി ഓർ പ്രോപ്പർട്ടി ആൻഡ് ഷെയർ ഇൻ ദി പ്രൊസീഡിംഗ് ഓഫ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ എ ഗീവ് അസിസ്റ്റൻസ് ടു ബി ഫയൽ എ കേസ് അഗൈൻസ്റ്റ് സി ഓൺ എ പ്രോമിസി ദാറ്റ് ബി വുഡ് ഗിവ് 50% ഓഫ് പ്രൊസീഡ്സ് ഓഫ് ലിറ്റിഗേഷൻ. അതായത് നമ്മൾ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ അസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയുള്ളതെന്ന് ചോദിച്ചാൽ അസിസ്റ്റ് അനദർ ടു ബ്രിങ് ആൻ ആക്ഷൻ ഫോർ റിക്കവറിങ് മണി ഓർ പ്രോപ്പർട്ടി ആൻഡ് ടു ഷെയർ ഇൻ ദ പ്രൊസീഡിംഗ്. അതായത് ഇപ്പം നമ്മളുടെ ഇത്രയും രൂപ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു, അപ്പോൾ അത് തിരിച്ച് കിട്ടണം, റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം, അല്ലേ, ആ പ്രോപ്പർട്ടി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ആ പോർഷനുള്ള ഷെയർ. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 പാർട്ടികൾ പാർട്ട്ണർഷിപ്പ് ചെയ്തിരുന്നു. അതിൽ പെട്ടെന്ന് ബിസിനസ് സ്ഥാപനം പ്രശ്നങ്ങളിലൂടെ പോയി എന്തെങ്കിലുമൊക്കെ കേസ് വന്നാൽ അങ്ങനെയുള്ള കേസൊക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം ആ കോടതിയിൽ കേസ് നടക്കുന്നതിന്. മനസ്സിലാണോ? അക്കോർഡിംഗ് ടു ഇംഗ്ലീഷിൽ ബോത്ത് ദ കൈൻഡ് ഓഫ് എഗ്രിമെൻ്റ് ആർ ഇല്ലീഗൽ ആൻഡ് എൻഫോഴ്സബിൾ. രണ്ട് കോൺട്രാക്റ്റുകളും ചാമ്പട്ടറി ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും അത് ഇല്ലീഗലാണ്. In India, such agreements are not invalid unless they are extortionate and unconsignable in nature. ഒന്നാമത്തെ മെയിൻ്റനൻസിന് അപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും നടത്തും. പക്ഷേ നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഒരാളെ പിടിച്ച് അതിനകത്ത് കയറ്റുക. സി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ബന്ധവും കാണുക, അയാളെ പിടിച്ച് നമുക്ക് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ വരും.
അങ്ങനെയുള്ള കേസ് വന്നാൽ ആ കേസ് എന്ത് ചെയ്യും, വോയിഡാണ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡാണ്. അടുത്താണ് ട്രാഫിക്കിംഗ് ആൻഡ് പബ്ലിക് ഓഫീസ് ആൻഡ് ടൈറ്റിൽ. എഗ്രിമെൻറ്റ് ഫോർ പ്രൊക്യൂറിംഗ് public offices or title of monetary or other consideration are void. Permitted would create a corruption in public life. For example, if an agreement entered into a procure recognition like a Padma Shri or Padma Bhushan, any award in void agreement. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ പത്മഭൂഷണോ അല്ലെങ്കിൽ ആ പത്മശ്രീയോ അങ്ങനെയുള്ള റെക്കഗ്നേഷനൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്നതുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താറില്ലേ. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, എനിക്ക് PhD സർട്ടിഫിക്കറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാകും. ആ ടൈറ്റിൽ യൂസ് ചെയ്താൽ ആ കോൺട്രാക്റ്റ് വോയിഡാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റ്, അതായത് എഗ്രിമെൻറ്റ് ഫോർ യൂസിങ് ഇൻഫ്ലുവൻസ് ഓഫ് എനി കൈൻഡ് വിത്ത് ജഡ്ജ് ഓർ ഓഫീസേഴ്സ് ഓഫ് കോർട്ട്. അതായത് കോടതി എന്ത് ചെയ്യുകയാണ്, ഇൻ്റർഫിയർ ചെയ്യുക, നീതിപരമായ കാര്യങ്ങളെ തടഞ്ഞു വെക്കുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് പറയുന്നത് വിറ്റ്നസ് ഓർ ഇൻക്ലൂഡിങ് വിറ്റ്നസ് ഓഫ് കേസ് ഓഫ് ഫോൾസ് എവിഡൻസ്. അതായത് തെറ്റായ വിവരങ്ങളും തെറ്റായ വിറ്റ്നസ്സും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഫോൾസ് എവിഡൻസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വിറ്റ്നസ്സുകളെ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ വിറ്റ്നസ്സുകളെ ശരിയായിട്ട് കൊടുക്കാതിരിക്കുക, ഫോൾസ് എവിഡൻസ് നൽകുക, ഇതെല്ലാം ഇൻ്റർഫിയറൻസ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസിൽ വരും. അടുത്ത മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ടു പ്രൊക്യൂർ ബ്രിഡ്ജ് ഓർ ഗ്രൂം ഫോർ റിവാർഡ് ഈസ് void. This on ground that the marriage should be left on the free will between parties. അതായത് ഇപ്പോൾ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡൗറി സിസ്റ്റം ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിലവിലില്ല. പക്ഷേ മേ ബി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊസീജിയറൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് അങ്ങനെയുള്ള ചാർജസൊക്കെ ഈടാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിയമപരമായിട്ട് അത് തെറ്റാണ്. അങ്ങനെ നടത്തുന്നുണ്ട്, പക്ഷേ നിയമപരമായിട്ട് തെറ്റാണ്. ദെൻ എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻസ് ഓഫ് പേരൻ്റൽ റൈറ്റ്. അതായത് റൈറ്റ് ഓഫ് എ പേരൻറ്റ് ഓവർ ഹിസ് ചൈൽഡ് കനോട്ട് ബി ഗിവൺ എനിവേ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. അതായത് ഇപ്പം ഒരാൾ നമുക്ക് സ്വതമേ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പേരൻ്റ് ഉണ്ടാവാം. പക്ഷേ ആ അധികാരം മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ മക്കളെ വളർത്തിക്കോ, നിങ്ങൾക്ക് അതിനുള്ള പരമാധികാരം എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓപ്പോസ് ടു പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ്. അടുത്ത എഗ്രിമെൻറ്റ്സ് ടെൻഡിങ് ടു ക്രിയേറ്റ് എ ഇൻട്രസ്റ്റ് ടു ഓപ്പോസ് ടു ഡ്യൂട്ടി. ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ പബ്ലിക് സെർവൻറ്റ് വിച്ച് obligate him to do something which is inconsistent with his official duty shall be void is being opposed to public policy. അതായത് അതായത് നമ്മുടെ പബ്ലിക്കിന് വിരുദ്ധമായിട്ടൊരു ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. എന്തെങ്കിലും അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സെർവൻറ്റ് വിച്ച് ഒബ്ലിഗേറ്റ് ഹിം ടു ഡു സംതിങ് വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഒഫീഷ്യൽ ഡ്യൂട്ടി. അതായത് അയാൾ ഒഫീഷ്യലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒഫീഷ്യൽ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് അയാൾ ചെയ്യണം. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇൻകൺസിസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പോളിസികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നിയമത്തിന് വിരുദ്ധമാണ്. അടുത്തത് ഇൻ്റർഫിയറിങ് വിത്ത് എ മെരിറ്റൽ റൈറ്റ്. അതായത് മെരിറ്റൽ റൈറ്റിനെ, മെരിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലേ, ആ മെരിറ്റൽ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം എഗ്രിമെൻറ്റ് വിച്ച് ഇൻ്റർഫിയർസ് വിത്ത് മെരിറ്റൽ റൈറ്റ് ലൈക്ക് ലെൻഡിങ് മണി ടു ഒബ്റ്റെയിൻ ഡൈവോഴ്സ്. അതായത് ഇപ്പോൾ പറയുകയാണ്, നീ എനിക്ക് ഇത്രയും രൂപ തരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡൈവോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇവളെ വേണ്ടെന്ന് വെച്ചാൽ ഇത്രയും രൂപ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് അത് വോയിഡാണ്, ക്യാൻസലാണ്. അടുത്തത് എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻസ് ഓഫ് പേഴ്സണൽ ലിബർട്ടി. അതായത് എഗ്രിമെൻറ്റ് ഫ്രീ ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട് വൺസ് ചോയ്സ് ഇസ് എഫക്റ്റഡ് ഓൺ ദാറ്റ് എഗ്രിമെൻറ്റ് ടു പ്ലേസ് ആൻഡ് ടു റെസ്ട്രിക്ഷൻ ഓൺ അനദർ പേഴ്സൺ ഇറ്റ്സ് എ വോയിഡ് എഗ്രിമെൻറ്റ്. അതായത് എഗ്രിമെൻറ്റിൽ റെസ്ട്രിക്റ്റ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന എന്തും. എവറി പേഴ്സൺ, എല്ലാ ആൾക്കാർക്കും ഇതിനുള്ള ചോയ്സ് ഉണ്ട്, എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനുള്ളതുണ്ട്. പ്ലേസ് അണ്ടർ റെസ്ട്രിക്ഷൻ ഓൺ അനദർ പേഴ്സൺ ഇസ് എ വോയിഡ്. അപ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, അതിനെന്തെങ്കിലും നമ്മളായിട്ട് തടയിടുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ്. അടുത്തതാണ് എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻസ് ഓഫ് മാരേജ്. ആൻ എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻ മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ മൈനർ ഇസ് വോയിഡ്. അതായത് മൈനർ ഒഴികെ എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻസ് ഓഫ് മാരേജ് ആൻ എഗ്രിമെൻറ്റ് ഷുഡ് നോട്ട് ബൈൻഡ് എ പേഴ്സൺ
മാരി ടു ഓർ നോട്ട് മാരി. അതായത് റെസ്ട്രെയിൻസ് മാരേജ് എന്ന് പറഞ്ഞാൽ അതായത് എൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻസ് ഓഫ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ എ മാരേജ് ബോർഡ്. അതായത് സെക്ഷൻ 26 അനുസരിച്ച് ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തി പ്രോമിസ് ടു മാരി നൺ ഐസ് വിത്ത് ആൻ ബി. ഇപ്പം ബി ഒഴികെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാമെന്ന് പറയുക. ഹി ഓൾസോ പ്രോമിസ് ദാറ്റ് ഡിഫോൾട്ട് ഇറ്റ് വുഡ് പേ $2,000. A married someone else, he filed a case to demand to promised amount. The court held that the agreement was in restraints of marriage and therefore is void. അതായത് എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യും, ഒരു പേഴ്സൺസിനെ മനഃപൂർവ്വം വിളിച്ചെന്നാണ് എന്താണ് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, ഇങ്ങനെ വിവാഹം നടത്തിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര രൂപ തന്നാൽ വിവാഹം നടത്തണം, അങ്ങനെ ഒരിക്കലും എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് മാരേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ഇന്ത്യൻ രാജ്യം സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വിവാഹം കഴിക്കാനും വിവാഹം കഴിക്കാതെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻസ് ഓഫ് ട്രേഡ് നടത്തുന്നത്. അതായത് എഗ്രിമെൻറ്റ് സീക്കിംഗ് ടു റെസ്ട്രെയിൻസ് എ പേഴ്സൺ ഫ്രം എക്സൈസിങ് ഓഫ് ലോഫുൾ പ്രൊഫഷൻ, ട്രേഡ് ഓർ ബിസിനസ് ഓർ എനി കൈൻഡ്, എൻഗേജിങ് ഓഫ് ട്രേഡ് സംതിങ് which is benefit of society and a nation. This is one of the core objective of contract law. Therefore, any agreement which places undue restriction on his right. However, there are a few restrictions which are recognized by the statutes itself. The following are the exceptions. അതായത് എഗ്രിമെൻറ്റ് ഓഫ് ട്രേഡ് എന്ന് നടത്തിയാൽ റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് സീക്കിംഗ് റെസ്ട്രെയിൻസ് ഓഫ് പേഴ്സൺ ഫ്രം എക്സൈസിങ് ലോഫുൾ പ്രൊഫഷൻ. ട്രേഡ് ആവാം, അത് ബിസിനസ് ആവാം. ഒരു പരിധി വരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ട്രേഡ് ആക്ടിവിറ്റികൾ നടക്കുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ കോൺട്രാക്റ്റ് ഓഫ് ലോ അനുസരിച്ച്